സർക്കാർ എന്തിനാ യു ടേൺ അടിക്കുന്നത്? ഒരു യു ടേണിന്റെ പ്രശ്നമില്ല. എന്താ ഉണ്ടായത്? ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷമായിരിക്കും ഈ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ യു ടേൺ ആണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? സർക്കാർ എന്തിനാ യു ടേൺ അടിക്കുന്നത്? ഒരു യു ടേണിന്റെ പ്രശ്നമില്ല. എന്താ ഉണ്ടായത്? ഇതിൻ്റെയും പൂർണ്ണരൂപം വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. കിട്ടിയെടുത്തോളം വിവരങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് വഖഫ് ബോർഡ് പുനഃസംവിധാനം ചെയ്യാൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്, ഗവൺമെൻറ്റിന് ചെയ്യാം എന്ന് തന്നെയാണ്. അപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിലെ പോരായ്മകൾ തീർത്ത് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുവാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിൽ 2 നോൺ മുസ്ലിംസ് നോമിനേഷൻ ഉണ്ട് ഈ പുതിയ വഖഫ് ഭേദഗതി ആക്ടിൻ്റെ വെളിച്ചത്തിൽ. അത് ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ തീർപ്പ് വന്നിട്ടേ ആ കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് വേണോ വേണ്ടേ എന്നുള്ളത് സുപ്രീം കോടതി അന്തിമമായിട്ട് പറയണ്ടേ. അപ്പോൾ അത് പറഞ്ഞിട്ട് ആ 2 ആളുടെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അതിപ്പോൾ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നുള്ളത് തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ബാക്കിയുള്ളത് പുനഃസംഘടിപ്പിക്കാൻ ഉള്ള അനുമതിയാണ് ഞങ്ങൾ ചോദിച്ചത്. ഇനി കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷമേ ബാക്കി പ്രതികരിക്കാൻ കഴിയൂ. അല്ല അതിൽ ഞങ്ങളുടെയൊക്കെ ഒരു സ്റ്റാൻഡ് അങ്ങനെയാണല്ലോ. അതൊരു മുസ്ലിം അമുസ്ലിം പ്രശ്നമല്ല. അതിലെ വിഷയമെന്ന് പറയുന്നത് വഖഫ് നിയമങ്ങളെ ദുർബലപ്പെടുത്താൻ വന്ന ഒരു ഭേദഗതിയായിരുന്നു കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭേദഗതി. അതിനെ എല്ലാവരും എതിർത്തതാണ്. അത് ഓരോ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതികൾ അതാത് ആളുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നത് വഖഫിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അന്ന് ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും പാർലമെൻറ്റിൽ അതിശക്തമായിട്ട് എതിർത്തു. നിങ്ങൾക്കറിയാലോ, ഈ 3ാം മോഡി വന്നതിന് ശേഷം വളരെ പ്രയാസപ്പെട്ട് പാസ്സാക്കിയ ഒരു നിയമമാണ്. ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നർത്ഥം. പഴയ പോലെയല്ല. 56 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ അർദ്ധരാത്രിയിൽ അത് പാസ്സാക്കുമുണ്ടായിരുന്നു. പക്ഷേ ആ ഭൂരിപക്ഷത്തിന് പാസ്സാക്കപ്പെട്ടെങ്കിലും എൻ്റെ പാർട്ടി ഉൾപ്പെടെ പല സംഘടനകളും ഇതിലെ ഈ ഭേദഗതികൾ ദുർബലപ്പെടുത്തി കിട്ടാൻ ഭേദഗതി അസാധുവാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സുപ്രീം കോടതി സ്റ്റക്ക് ഓഫ് ചെയ്തു. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ചില വകുപ്പുകൾ. എന്നാൽ ഈ വകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് വന്നിട്ടില്ല. അപ്പോൾ അതൊരു നയപരമായ പ്രശ്നമാണ്. അതിലൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, അല്ലെങ്കിൽ മുസ്ലിം നോൺ മുസ്ലിം പ്രശ്നമല്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഒളി ഏജൻഡക്കെതിരായ ഒരു നിലപാടാണ്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയട്ടെ. ഞങ്ങളവിടെ ഇതിനെ ഈ നിലപാടുള്ളവരൊക്കെ കൃത്യമായിട്ട് ഉള്ള സമീപനങ്ങൾ കോടതിയെ അറിയിക്കുന്നുണ്ട്. കോടതി കേസ് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നം പെൻഡിങ് ആയി നിൽക്കുമ്പോൾ അത് തീർപ്പ് കൽപ്പിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. ആ ഒരു സ്റ്റാൻഡേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഈ 3 പേരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കത്തിൻ്റെ അല്ല, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇതിലില്ല. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നവുമില്ല. ഇവിടെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതിൽ പാകപ്പിഴവുണ്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അപ്പം നിലവിലുള്ള സർക്കാരാണ് ആ പാകപ്പിഴവുകൾ തിരുത്തേണ്ടത്. എന്താണ് പാകപ്പിഴവ് എന്നാണോ കോടതി കണ്ടെത്തിയത് അത് കറക്റ്റ് ചെയ്യും, ആ തെറ്റ് തിരുത്തും. അപ്പോൾ അത് ആരൊക്കെ ബാധിക്കുക എങ്ങനെയൊക്കെ ബാധിക്കുക എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആരെയും ഈ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ?